പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ കാക്കുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ അവസാന ദിവസം അല്ലേ, എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ, കൊണ്ടുവന്ന വഴികൾ, അവിടുന്ന് നമുക്കായി കരുതിയ കരുതലുകൾ ഓർക്കുമ്പോൾ മൗനമായിരിക്കുവാൻ സാധ്യമല്ല. പറഞ്ഞാൽ തീരാത്ത ദാനങ്ങളാൽ അവിടുന്ന് നമ്മെ നിറച്ചില്ലേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ അവിടുന്ന് നമുക്ക് തന്നില്ലേ. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ. അർഹിക്കാത്ത എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മളുടെ കരത്തിൽ ഏൽപ്പിച്ചു. അവിടുന്ന് നമ്മെ കരുതിയ കരുതലുകൾ ഓർത്താൽ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിന് നന്ദി പറയുവാൻ മാറ്റിവെക്കാം. ഇന്ന് മുഴുവൻ നന്ദി പറഞ്ഞാലും മതി വരത്തില്ല അല്ലേ. കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നന്ദി പറയുന്നതിനോടൊപ്പം കർത്താവായ യേശു എനിക്കായി സഹിച്ച പങ്കപ്പാടുകൾ ധ്യാനിച്ച് അവിടുന്ന് എനിക്കായി ഏറ്റ മുറിവുകളെ ഓർത്ത് കഴിഞ്ഞ ഒരു വർഷം എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ ചിന്തയിലോ കൊടുക്കൽ വാങ്ങലുകളിലോ സംസാരത്തിലോ കർത്താവ് ഏറ്റ മുറിവുകളെ വീണ്ടും കുത്തി നോവിച്ച ഏതെങ്കിലും അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കണമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നന്ദി പറയുന്നതിനോടൊപ്പം നാം മൂലം നമ്മുടെ പ്രാണപ്രിയൻ എവിടെയെങ്കിലും വേദനിച്ചോ എന്നൊന്ന് ശോധന ചെയ്യാം. ഇന്നും നാം ജീവനോടെയും ആരോഗ്യത്തോടെയും ആയിരിക്കുന്നത് കർത്താവിന്റെ ദയ. വരും ദിവസങ്ങളിലും അവിടുത്തെ ദയ നമ്മെ നയിക്കേണ്ടത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയത് എന്തെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നാം മനഃപൂർവ്വം എന്തിനെങ്കിലും അനുവദിച്ചോ? ഒന്ന് സ്വയം ശോധന ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21, 22, 23 വചനങ്ങൾ വായിക്കുമ്പോൾ അപ്പനെ വിട്ട് ദൂരെ പോയ മകന് പെട്ടെന്ന് ഒരു ബോധ്യം വന്നു, അപ്പന്റെ അരികിലേക്ക് മടങ്ങി പോകണമെന്ന്. ഓടി അപ്പന്റെ അരികിലെത്തി, അപ്പാ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പൻ വേഗത്തിൽ തന്റെ ദാസന്മാരെ വിളിച്ചു. തന്റെ ദാസന്മാരെ വിളിച്ചിട്ട് കടന്നു വന്ന മകനെ നന്നായിട്ടൊന്ന് ഡ്രസ് ചെയ്യുവാൻ, നല്ല മേൽത്തരമായ അങ്കി ധരിപ്പിക്കുവാൻ അവരോട് കൽപ്പിച്ചു. അക്സെപ്റ്റൻസിന്റെ അങ്കി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ദൈവ സാന്നിധ്യത്തെ മുറിപ്പെടുത്തിയ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതിൻ്റെതായ കുറ്റബോധത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഏറ്റു പറയുവാനുള്ള സമയമാണ്. ഈ കുറ്റബോധത്തിന്റെ ഭാരവും പേറി അടുത്ത വർഷത്തിലേക്ക് പോകണ്ട. സ്വർഗം നിങ്ങൾക്കായി കരുതിയ അനവധി വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിലേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രവേശിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഹോളി സ്പിരിറ്റ് സഹായിക്കട്ടെ. അതെ, നമുക്ക് കുടുംബമായി 2 കാര്യം ചെയ്യാം. ഒന്ന്, അപ്പൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയാം. 2, നാം മൂലം അവിടുന്ന് എവിടെയെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ പറഞ്ഞ് കർത്താവുമായി നിരപ്പ് പ്രാപിക്കാം. അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, മാനുഷിക ബന്ധങ്ങൾ അതും കർത്താവിന്റെ ദാനമാ. ഏതെങ്കിലും ബന്ധത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ ബന്ധങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതും തിരിച്ചറിഞ്ഞ് കഴിയുമെങ്കിൽ ആ വ്യക്തിത്വങ്ങളെ വിളിച്ച് ക്ഷമ ചോദിക്കാം. ഒരു നല്ല മനസാക്ഷിയോടെ ദൈവത്തോടും മനുഷ്യരോടും ഒരു നല്ല മനസാക്ഷിയോടെ അടുത്ത വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ,
അങ്ങ് ഞങ്ങൾക്ക് തന്ന നിയോഗത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുത്തെ വചനം കേൾക്കുവാനും അതനുസരിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നാഥ. ഈ ആണ്ടിന്റെ ഈ അവസാന ദിവസം അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ച ഈ മെസ്സേജിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എവിടെയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ കുറവ് വന്നെങ്കിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നടപ്പിൽ, ഞങ്ങളുടെ ഇരുപ്പിൽ, ഞങ്ങളുടെ മറ്റുള്ളവരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ, ഞങ്ങളുടെ ചിന്തയിൽ, പഞ്ച ഇന്ദ്രിയങ്ങളിൽ അങ്ങേ വേദനിപ്പിക്കുന്ന കുറവുകൾ വന്നെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങേയും അങ്ങ് ഞങ്ങൾക്കായി സഹിച്ച പങ്കപ്പാടുകളെയും മറന്ന് ഞങ്ങളെ എവിടെയെങ്കിലും ജീവിച്ചെങ്കിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവേ, അവിടുത്തെ പുണ്യ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. മാത്രമല്ല നാഥ, ഞങ്ങൾ മൂലം ആരെങ്കിലും മുറിയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ ബന്ധങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ആ വ്യക്തിത്വങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നാഥ. ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഈ വർഷത്തിന്റെ എല്ലാ ദിവസവും, എല്ലാ നിമിഷവും ഞങ്ങളെ കൈ പിടിച്ച് നയിച്ചതിന് നന്ദി പപ്പ. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. എൻ്റെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ഭവനങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടൽ ഇന്നുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ 2024 നിറവേറേണ്ട വാഗ്ദത്തങ്ങൾ ഇന്ന് നിറവേറട്ടെ. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് അതിന് മറുപടി ലഭിക്കട്ടെ. ഹല്ലേലൂയ അപ്പാ. ഈ ഡിസംബർ 31 അവരുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനമായി തീരട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ് യു.